നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 4ാം ചന്ദ്ര ദൗത്യത്തിലൂടെ ചന്ദ്രനിലെ ശിവശക്തി പോയിന്റിൽ നിന്നും പാറക്കല്ലുകൾ ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്നുവെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് സാധ്യമാകുമെന്നും അദ്ദേഹം NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. 2040ഓടെ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ പദ്ധതിയിടുന്നു. ഇതിനു മുന്നോടിയായി മനുഷ്യനെ ബഹിരാകാശത്തും ചന്ദ്രഭ്രമണപഥത്തിലും എത്തിച്ചുള്ള പരീക്ഷണങ്ങൾ വിജയിക്കണം. ആളില്ലാ പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനും അവിടെ നിന്ന് ഭൂമിയിൽ മടക്കി എത്തിക്കാനും സാധിക്കൂ. ഇതേറെ സങ്കീർണമാണ്. ഇതിന്റെ ഭാഗമായാണ് ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കാൻ പദ്ധതിയിടുന്നത്, അദ്ദേഹം വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചന്ദ്രയാൻ 3ന്റെ ലാൻഡിംഗ് സോണിൽ നൽകിയ പേരായിരുന്നു ശിവശക്തി പോയിന്റ്. അവിടെ നിന്ന് ചന്ദ്ര സാമ്പിളുകൾ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാനും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ലക്ഷ്യമിടുന്നുണ്ടെന്ന് ശനിയാഴ്ച ഒരു പ്രത്യേക അഭിമുഖത്തിൽ സോമനാഥ് പറഞ്ഞു. അടുത്ത ഏതാനും വർഷങ്ങളിൽ ഇത് സംഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പിളുകൾ എത്തിക്കുന്നതിലൂടെ സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കണമെന്നതിൽ വ്യക്തത വരും. എത്ര ഭാരം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് അറിയാൻ കഴിയും. മനുഷ്യനെ വെച്ച് ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യാൻ പരിമിതിയുണ്ട്. ആദ്യ പടിയെന്ന വണ്ണമാണ് സാമ്പിളുകൾ എത്തിച്ച് പരീക്ഷിക്കുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനായി പുതിയ റോക്കറ്റും ആവശ്യമാണ്. ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും സൂര്യ എന്നാകും ഇതിന്റെ പേരെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗയാൻ പദ്ധതിയുടെ തയ്യാറെടുപ്പുകളും പുരോഗമിക്കുന്നു. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് ഈ പദ്ധതിയിലൂടെ മനുഷ്യനെ എത്തിക്കുക. ഒരു ദിവസം മാത്രം ദൈർഘ്യമുള്ള ദൗത്യമാണിത്. അവിടെ നിന്ന് തിരികെ കടലിൽ പതിക്കുകയും ചെയ്യും, അദ്ദേഹം വിശദീകരിച്ചു. 2040ഓടെ ഒരു ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ ഇറങ്ങണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിൽ ISRO മേധാവി പ്രതികരിച്ചത് ഇങ്ങനെ: ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് നമുക്ക് മനുഷ്യ ബഹിരാകാശ യാത്രയും ട്രാൻസ് ലൂണാർ ബഹിരാകാശ യാത്രയും ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ തുടർച്ചയുണ്ടാകണം. നമുക്കും തുടരണമായിരുന്നു. ചന്ദ്രയാൻ ദൗത്യങ്ങൾ കാരണം ചന്ദ്രനിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ആളില്ലാ മാർഗങ്ങളിലൂടെ തെളിയിക്കേണ്ടതുണ്ട്. ചന്ദ്ര ദൗത്യങ്ങളിൽ ഇന്ത്യയുടെ കഴിവ് അപ്ഡേറ്റ് ചെയ്യാൻ 2040 വരെ പ്രധാനമാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇതിൽ സാമ്പിൾ റിട്ടേൺ മിഷനുകൾ ഉൾപ്പെടും. സാമ്പിളുകൾ തിരികെ കൊണ്ടുവരുന്നതിൽ ആദ്യ ഘട്ടങ്ങളിലൊന്നാണ്. കാരണം പ്രൊപ്പൽസീവ് റിട്ടേൺ ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. സോഫ്റ്റ്വെയർ നിയന്ത്രണം, മാർഗനിർദ്ദേശം എന്നിവയും അതുപോലുള്ള കാര്യങ്ങളും. ഒരിക്കൽ ഒരു സാമ്പിൾ തിരികെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ വലിപ്പത്തിലേക്ക് ഉയരാൻ കഴിയും. അതിനാൽ സാമ്പിൾ റിട്ടേൺ മനുഷ്യ ബഹിരാകാശ യാത്രയുടെ മുന്നോടിയാണ്. ഒരു മനുഷ്യൻ ഉൾപ്പെടുമ്പോൾ കൂടുതൽ സുരക്ഷയും ആവശ്യമാണ്. എന്നാൽ സാമ്പിൾ റിട്ടേൺ ഒരു സങ്കീർണ ദൗത്യമാണ്, അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.